നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേ, ഈ ഞാറ് നട്ടിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ടത്താണ്. അതായത് BJP കോർപ്പറേഷൻ അധികാരം പിടിച്ചെടുത്താൽ ഉറപ്പായിട്ടും ഒരുപാട് വാഗ്ദാനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതിലൊരു വാഗ്ദാനമായിരുന്നു ഇതുപോലെ ഈ ഞാറ് നടൽ, അതായത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു ഞാറ് നട്ട് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്ന ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളൊന്നും ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. തലസ്ഥാന ജനതയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ് നഗരസഭാ ഭരണസമിതി. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ആചാരം പുനരാരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJPയുടെ നേതൃത്വത്തിൽ മുൻകൈയെടുത്ത് ഇത്തരത്തിലുള്ള ഞാറ് നടൽ സംവിധാനം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തിനാണെന്നല്ലേ, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായി പുത്തരിക്കണ്ടത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ഉപയോഗിക്കാനായി ഞാറ് നട്ടിരിക്കുകയാണ്. അതായത് പുത്തരിക്കണ്ടത്ത് വിളയുന്ന നെൽക്കതിരുകളാണ് ഭഗവാന്റെ നിറപുത്തരിക്ക് ഉപയോഗിക്കുന്നതെന്നാണ് സങ്കല്പം. ആ സങ്കല്പം ഒരുപാട് കാലമായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്തായാലും ആ സങ്കല്പത്തിന് ഒരു കോട്ടവും ഭവിക്കരുത്, ഒരു കോട്ടം തട്ടരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഞാറ് നട്ട് ഇവിടെ നിന്ന് തന്നെ ആ ഒരു നെൽക്കതിരുകൾ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ ഒരു ചുവടുവയ്പ്പുകൾക്ക് തുടക്കമായിരിക്കുന്നത്. എല്ലാ വർഷവും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ടത്ത് നെല്ല് വിളയിച്ച് നിറപുത്തരിക്കായി ഇവിടെ നിന്നും കതിര് അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങളായി പുത്തരിക്കണ്ടത്ത് നെല്ല് വിളയിക്കാത്തതിനാൽ പുറത്തുനിന്ന് കതിര് കൊണ്ടുവന്നായിരുന്നു ചടങ്ങ് നടത്തിയത്. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം അതിന്റെ ആവശ്യം വരില്ല. ഈ ഞാറെല്ലാം വിളഞ്ഞ് ആ ഒരു ചടങ്ങ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും വാക്ക് പാലിച്ചിരിക്കുന്നു BJP. ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, അതിലൊരു വാഗ്ദാനവും കൂടി കഴിഞ്ഞ ദിവസം ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുരാതന കാലം മുതലുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പരിപാലിച്ചു പോരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വളരെ പ്രധാനപ്പെട്ട, അതായത് വിശ്വാസികൾക്കൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടെ നടക്കുന്ന ആചാരങ്ങളൊക്കെ അതൊക്കെ വളരെയധികം വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അല്ലെ. ജൂൺ ജൂലൈ മാസങ്ങളാണ് ഈ നിറപുത്തരി വരുന്നത്. അന്ന് പാകമാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാറ് നടുന്നതെന്നും ഞാറ് നടയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ VV രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഈ ജൂൺ ജൂലൈ മാസങ്ങളിലെ നിറപുത്തരി, ആ നിറപുത്തരിക്ക് ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നെല്ല് ഇവിടെ നിന്നാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു കളമൊരുങ്ങലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നത്. കഴിഞ്ഞ ദിവസം മേയറുടെ നേതൃത്വത്തിലാണ് ഈ ഞാറ് നടൽ ഇവിടെ നടന്നത്. ഉദ്ഘാടനം മേയറാണ് നിർവഹിച്ചത്. അപ്പോൾ BJP ആ ഒരു വാഗ്ദാനം കൂടി തലസ്ഥാന നഗരിക്ക്, പ്രത്യേകിച്ച് ഭക്തർക്ക് നൽകിയ ചില വാഗ്ദാനങ്ങൾ ഒന്ന് പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിലെ മേയർ VV രാജേഷ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR ഗോപൻ, കരമന അജിത്ത് തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നു ഈ ഒരു ചടങ്ങില്. അപ്പോൾ എല്ലാവരും ആഘോഷത്തോടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഞാറെല്ലാം ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നട്ടത്. അപ്പോൾ ഇതൊരു പുതുമയായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതായത് നമ്മുടെ നഗരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ പഴമയൊക്കെ വിളിച്ചു പോകുന്ന തരത്തിലൊരു നെൽപ്പാടം, അല്ലെങ്കിൽ നാളെ ഇത് പാടമാകും, അപ്പോൾ ഞാറ് നട്ടിരിക്കുന്നു. അതൊക്കെ വളരെ വ്യത്യസ്തമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് വാഗ്ദാനങ്ങൾ ഒന്ന് പാലിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടർ. അപ്പോൾ ഇനി ഇതിന് നൽകേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാറ് നട്ടു എന്നതേ ഉള്ളൂ, ബാക്കി നൽകേണ്ട പരിപാലനമൊക്കെ അത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ അത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്തവണ ഭഗവാന് നിറപുത്തരിക്കായി ഇവിടെ നിന്ന് തന്നെ, ഈ പുത്തരിക്കണ്ടത്ത് നിന്ന് തന്നെ ഈ ഒരു ഞാറെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തരൊക്കെ ആയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു താപനില ഉയരുന്ന സാഹചര്യമാണ്. വെള്ളത്തിനൊക്കെ വലിയ ക്ഷാമമുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശത്തൊക്കെ വെള്ളത്തിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. അങ്ങനെയുള്ള ഈ മാസത്ത് ഇവിടെ ഇങ്ങനെ ഞാറ് നടുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നെൽപ്പാടം ഒരുക്കുമ്പോൾ വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള സജ്ജീകരണം കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ പാടത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കോർപ്പറേഷനിൽ നിന്നാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കോർപ്പറേഷൻ തന്നെ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യവും കൂടി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പുത്തരിക്കണ്ടത്ത് ഇത്തരത്തിൽ
ഇത്തരത്തില് ഒരു നെൽപ്പാടം സജ്ജമാകുമ്പോൾ അല്ലെങ്കിൽ ഞാറ് നട്ട് പഴയ ഒരു പഴമയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തായാലും ഈ കാലത്ത് അതൊരു വ്യത്യസ്തമായ കാഴ്ചയായി മാറുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പുത്തരിക്കണ്ടത്തിന്റെ ഒരു ചരിത്രം, അതിന്റെ ഒരു പഴയ ഒരു കാലവും കൂടി ഒന്ന് ഓടി നോക്കിയിട്ട് വരാം അല്ലെ. അതായത് ഇന്നത്തെ മുഖം മിനുക്കിയ മൈതാനമായി മാറുന്നതിന് മുൻപുള്ള പുത്തരിക്കണ്ടം എങ്ങനെയായിരുന്നു? പുത്തരി കണ്ടം, ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. മലയാളികൾക്ക് പുത്തരിയും കണ്ടവും എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോ പണ്ട് ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ഒരു പണ്ടത്തെ കാലത്ത് ഇവിടെ നെൽപ്പാടം ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ നാഗരികത വരുന്നു, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വരുന്നു. അങ്ങനെ ആ ഒരു നെൽപ്പാടമൊക്കെ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ അങ്ങനെ അപ്രത്യക്ഷമായ നെൽപ്പാടം അല്ലെങ്കിൽ ഒരു നെൽകൃഷി വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതും BJPയുടെ കോർപ്പറേഷൻ ഭരണത്തിലെത്തിയപ്പോൾ അതിന് കഴിഞ്ഞു എന്നത് BJPക്ക് ഒരു തൂവലായിട്ട്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ഭരണ നേട്ടങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥം വൃത്തിയാക്കുമ്പോൾ വെള്ളം വയലിലേക്കായിരുന്നു പമ്പ് ചെയ്തിരുന്നത്. ഇവിടെ വെച്ച് ദൈവങ്ങളെ കണ്ടതായൊക്കെയുള്ള ഐതിഹ്യ കഥകൾ ധാരാളമുണ്ട്. അത് ഭക്തർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നഗരഹൃദയ ഭാഗത്തെ ഒരു നെൽവയൽ ഇന്നിങ്ങനെ വലിയൊരു മൈതാനമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ വയലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നത് പേര് മാത്രമാണ്, അതായത് പുത്തരിക്കണ്ടം. നഗരഹൃദയത്തിൽ കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പുത്തരിക്കണ്ടം ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനം എന്നറിയപ്പെടുന്നു. ഇപ്പൊ നമുക്കറിയാം എന്തിനാണ് ഈ മൈതാനം ഉപയോഗിക്കുന്നതെന്ന്. ഒരുപാട് രാഷ്ട്രീയ സമ്മേളനങ്ങൾ, മതസമ്മേളനങ്ങളൊക്കെ നടക്കുന്ന ഒരിടമാണ് പുത്തരിക്കണ്ടം മൈതാനം. ഇപ്പോൾ നൂറ്റാണ്ടുകളായി ഇവിടെ നെൽവയലായിരുന്നു. തിരുവിതാംകൂറിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള പുത്തരിക്കണ്ടത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യ കഥകളും ഒക്കെ നിലവിലുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് നെൽവയൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. അതിനാൽ ഈ സ്ഥലത്തിന് പുത്തരിക്കണ്ടം എന്ന പേര് കിട്ടുകയായിരുന്നു. 18ാം നൂറ്റാണ്ട് മുതൽ നിറപുത്തരി ചടങ്ങിനായി പുത്തരിക്കണ്ടത്തിൽ വിളയിച്ച നെല്ല് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് തടസ്സപ്പെടുകയുണ്ടായി. അപ്പോൾ വീണ്ടും അതിനുള്ളൊരു സൗകര്യം ഈ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരിച്ചെത്തിയപ്പോൾ അല്ലെങ്കിൽ പിടിച്ചെടുത്തപ്പോൾ അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം, അതായത് ഭക്തരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഞാറ് നടലും ഈ ഒരു സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് വലിയൊരു നേട്ടം, അല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായിട്ടുള്ള, അവർക്ക് ആ ഒരു നിറപുത്തരി സമർപ്പിക്കാൻ ഇനി ഇവിടെ നിന്നാകും, അല്ലെങ്കിൽ ആ ഒരു ചടങ്ങ് അവർക്ക് അതിന്റെ ഒരു പുതുമയൊന്നും നഷ്ടമാകാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തസത്ത, അല്ലെങ്കിൽ അതിനൊരു ഉള്ളടക്കം ഒന്നും നഷ്ടപ്പെടാനാകാതെ തന്നെ ആ ചടങ്ങ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു നെല്ലിപ്പ് നട്ടിരിക്കുന്ന നെല്ലിപ്പ് പ്രേക്ഷകർക്ക് കാണുന്നുണ്ട്. കുഞ്ഞു ഇതാണ്, ഞാറാണ്. അപ്പൊ ഈ ഞാറൊക്കെ ഇനി വളർന്ന് നെല്ലാകേണ്ടതായിട്ടുണ്ട്. അത് ആ ഒരു വളർച്ചയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനായുള്ള കാത്തിരിപ്പാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഞാറ് നടയിലും ഒക്കെ വളരെ ആഘോഷമാക്കും കോർപ്പറേഷൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞാറ് നടയിൽ വരെ, അല്ലെങ്കിൽ ഈ ഒരു ഞാറ് നടയിൽ ആഘോഷമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വളരെ ആഘോഷമായിട്ടാണ് ഇവിടെ മേയറുടെ നേതൃത്വത്തിൽ ഞാറ് നടൽ നടന്നത്. അപ്പോൾ ഇനി ഇത് കൊയ്ത്ത് വരുമ്പോൾ അതിനേക്കാൾ ഏറെ ആഘോഷത്തോടെ ആയിരിക്കും കൊയ്ത്ത് നടക്കുക. അപ്പൊ എന്തായാലും അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി തിരുവനന്തപുരം നഗരം. അപ്പൊ എന്തായാലും പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് വിളയിച്ച് ഭഗവാന് നിറപുത്തരിക്കായി കാഴ്ചവെക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് കോർപ്പറേഷൻ. കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നിർവഹിക്കാൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് മേയറുടെ വാക്കുകൾ. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ ഒരുപാട് മതസ്ഥരുണ്ട്, ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പൊ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനുള്ള അവസരം ഒരുക്കും, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കുമെന്ന വാഗ്ദാനമാണ് മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ മതസ്ഥരും വളരെ സന്തോഷത്തോടെ തന്നെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ഉറപ്പ് മേയറുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി ഈ ഞാറ് ഇത് വളർന്ന് ഇനി കതിരായി അത് ആ ചടങ്ങുകൾക്കുള്ള ഒരു കാത്തിരിപ്പിലാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ അശ്വിനോടൊപ്പം ആൻസി S. ബെഞ്ചമിൻ.